ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടത്തിന്റെ ഐതിഹ്യം അറിയാമോ? ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങാണ് ആനയോട്ടം. ഉത്സവകാലത്ത് ഭഗവാന്റെ സ്വർണ്ണ തിടമ്പ് എഴുന്നള്ളിക്കുന്നതിനുള്ള ആനയെ തിരഞ്ഞെടുക്കുന്നത് ആനയോട്ടത്തിലൂടെയാണ്. ഗുരുവായൂരമ്പലത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള തൃക്കണാമതിലകം ശിവക്ഷേത്രത്തിൽ നിന്നായിരുന്നു ആനകളെ ഉത്സവത്തിനായി കൊണ്ടുവന്നിരുന്നത്. ഒരു വർഷം എന്തോ കാരണങ്ങളാൽ ആനകളെ അയക്കില്ല എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. എന്നാൽ കൊടിയേറ്റ ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ഒരു കൂട്ടം ആനകൾ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നു ഗുരുവായൂരിലേക്ക് ഓടിവന്നു എന്ന് ഐതിഹ്യം. അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടെ. ക്ഷേത്രത്തിന്റെ കിഴക്കുള്ള മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കുന്ന ആനയോട്ടം അമ്പലത്തിലെ ഉള്ളിൽ 7 പ്രദക്ഷിണത്തോടെ അവസാനിക്കുന്നു. ആദ്യം കൊടിമരം തൊടുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. ആ ആനയെ ആയിരിക്കും 10 ദിവസവും ഭഗവാന്റെ സ്വർണ്ണ തിടമ്പ് എഴുന്നള്ളിപ്പിനായി അവകാശം. പുന്നത്തൂർ കോട്ടയിലുള്ള ആനകളിൽ നിന്നും നല്ല ആരോഗ്യമുള്ളതും അക്രമ സ്വഭാവം ഇല്ലാത്തതുമായ തിരഞ്ഞെടുത്ത ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുക. ആനയോട്ടത്തിലെ വിജയി ആയ ആനയ്ക്ക് ഉത്സവം കഴിയുന്നത് വരെ ക്ഷേത്രത്തിൽ പ്രത്യേകം പരിഗണന ഉണ്ടായിരിക്കും.